ഒരാശയക്കുഴപ്പമാണ് ഇതിലുണ്ടായിരിക്കുന്നതെന്ന്. ഈ ആശയക്കുഴപ്പം തീർക്കാൻ ഏറ്റവും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നൊരു നേതാവാരാ? മുഖ്യമന്ത്രിയല്ലേ? SDP വോട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന്. ഇല്ല, എന്താ വീടെടുത്തെന്ന് എനിക്കും പറയാനുള്ളത്. SDP വോട്ട് വേണം. ഞാൻ പറയുന്നത് ട്രാപ്പിൽ വീഴുക ആ ഉത്തരത്തിന് മറുപടി പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, ഇത് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ SDP ബന്ധപ്പെട്ട ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള മുൻചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അടുത്ത ചോദ്യത്തിന് വേണ്ടി മറുപടി പറയേണ്ടി വരും. ആ അടുത്ത ചോദ്യം മുന്നോടിയല്ല. SDP പിന്തുണ മങ്കടയിൽ വേണോ എന്ന ചോദ്യമാണ് ചോദിച്ചത്, മുന്നോടിയല്ല. SDP പിന്തുണ മങ്കടയിൽ വേണോ എന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ ചോദ്യം എന്താ? അതാണ് ഞാൻ പറയുന്നത്. അടുത്ത ചോദ്യം എന്താ? SDP എന്താണ് വേങ്ങരയിലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നയാൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ മങ്കടയിൽ വന്ന് LDF സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതായിരിക്കും ചോദ്യം. സ്ഥാനാർത്ഥിയാക്കിയിട്ടല്ലേ? സ്ഥാനാർത്ഥിയാക്കിയിട്ടോ ആക്കിയിട്ടൊന്നുള്ളതല്ല ഞാൻ പാർട്ടിയുടെ നിലപാടുള്ളതുകൊണ്ടാണോ SDP സ്ഥാനാർത്ഥി? അതല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ തന്നെ ജയാനന്ദന്റെ വാക്ക് കേട്ടോ, ജയാനന്ദയുടെ വാക്കിന്റെ കുറിച്ചുള്ള ചോദ്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. ചോദ്യത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ മാധു, എന്താണ് ഈ പറയുന്ന പാലക്കാടിന്റെ ഈ മഞ്ചേശ്വരത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ പിണറായി വിജയൻ കൊണ്ടുപോയി തലവെക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.